ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സമയമൊക്കെയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനും അനുഭവ സമ്പുഷ്ടമായ ഒരു സാക്ഷ്യം, ജീവിതാനുഭവത്തോട് ചേർന്ന ഒരു സാക്ഷ്യം കേൾക്കുവാനും നമുക്ക് ഇടയാക്കി തീർത്തല്ലോ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ഇപ്പോൾ നാം പാടിയ ഇംഗ്ലീഷ് പാട്ടിൽ നാം പാടിയതുപോലെ സ്വർഗം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ സുവിശേഷ മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദമായി ക്ഷണിക്കുകയാണ്. ഈ ദേശവാസികളായ പ്രിയപ്പെട്ടവർ, ഈ ശബ്ദത്തിൻ്റെ പരിധിക്കുള്ളിൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും സ്വർഗം ഇറങ്ങി വരേണ്ടതിനും ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിനുമായിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെയും ക്ഷണിച്ചു കൊള്ളുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുതകരമായ മാറ്റം വരുത്തിയവനായ യേശുവിനെ നിങ്ങളുടെ മുൻപിൽ ഉയർത്തി കാണിക്കുക. ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ കാതലായ ഒരേ ഒരു വശം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ആ സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ പ്രിയ സഹോദരി തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് ചില വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി തീർന്നല്ലോ. ജീവിതം കയ്പ് നിറഞ്ഞതായി തീർന്നു കഴിഞ്ഞപ്പോൾ മരിക്കുവാൻ ഇച്ഛിച്ച് ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയതായ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ കയ്പ് നിറഞ്ഞ അനുഭവത്തെ, ആ മാറ എന്ന് പറയുന്ന അനുഭവത്തെ മധുരമാക്കി തീർത്തു. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വിവിധ വിഷയങ്ങൾക്ക്, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ചിന്തിക്കും, എനിക്ക് ഇതിൽ നിന്നൊരു വിമോചനം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കാം എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ഈ പ്രത്യേക സാഹചര്യത്തിന് ഏതെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാധുര്യമുള്ളതായി തീരുമെന്ന് ചിലർ ചിന്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യാഥാർത്ഥ്യം അതല്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആ യഥാർത്ഥമായ സന്തോഷം, ആ യഥാർത്ഥമായ സമാധാനം, ആ യഥാർത്ഥമായ മാധുര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തിനായി ജീവിക്കുന്നുവെന്ന് കാലാകാലങ്ങളായിട്ട് തത്വചിന്തകന്മാർ വിവിധ നിലകളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന് മനുഷ്യർ പല വിധത്തിൽ ഇങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ചിലർ ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, മറ്റു ചിലർ ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറിയ പങ്കും മനുഷ്യർ ഉദരപൂരണത്തിന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം, അതുമാത്രമാണ് അനേകരുടെയും ചിന്താ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റു ചിലർ ചില ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ചില രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടിട്ടില്ലേ, അവർക്ക് ചില പ്രത്യേക ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അറിവ് നേടുവാനായിട്ട് അവർ ജീവിക്കുകയാണ്. അവർ തങ്ങളുടെ ആയുസ് മുഴുവനും ആ ആശയ സമ്പാദനത്തിനും ആ അറിവിനെ നേടിയെടുക്കുവാനുമായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനവും ഈ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുമ്പോൾ മൂന്നാമതൊരു കൂട്ടമുണ്ട്, ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്നിലും നിങ്ങളിലും, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരു ആത്മാവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിത്യമൂല്യമുള്ളതാണ്. സകലവും നശിച്ചാലും നശിക്കാത്ത ഒരു ആത്മാവ് നിങ്ങളിലുണ്ട്. ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ ആത്മാവിൻ്റെ ഉദ്ദേശം, നിങ്ങൾക്കൊരു ആത്മാവുള്ളത് ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഉൾക്കൊള്ളുവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നല്ല വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ ആമാശയത്തിന് തൃപ്തി ഉണ്ടാകും. അല്ലെങ്കിൽ നല്ല നല്ല തത്വചിന്തകളോ അറിവുകളോ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
മാനസിക നിലയ്ക്ക് മനസ്സിന് ചിലപ്പോൾ തൃപ്തി ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുക തന്നെ ചെയ്യണം. സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുകയാണ്, എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ശൂന്യതാബോധം അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നേടുവാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം നേടിയതിനു ശേഷവും ജീവിതത്തിൽ ഒരു ശൂന്യതാബോധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശൂന്യതയെ നിറയ്ക്കുവാൻ നിങ്ങളുടെ ആഹാരത്തിന് കഴിയത്തില്ല, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് കഴിയത്തില്ല, നിങ്ങൾ സമ്പാദിക്കുന്ന അറിവുകൾക്ക് കഴിയത്തില്ല. അതിന് യേശു, കർത്താവായ യേശു ജീവനുള്ള ദൈവമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ വേണം. ഇതിനായിട്ട് നിങ്ങളുടെ ആത്മാവിനെ യേശുവിനായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മാവിന് വേണ്ടി കരുതാതെ പോയ രണ്ട് മനുഷ്യരെ ദൈവത്തിന്റെ വചനം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യരെ ദൈവത്തിന്റെ വചനം മൂഢന്മാർ എന്ന് വിശേഷിപ്പിക്കുക. ഒരു മനുഷ്യനേറിയ വിളവുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് പണിയാൻ പോവുകയാണ്. എൻ്റെ സമ്പത്തെല്ലാം സ്വരൂപിച്ച് വെച്ചിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് തൻ്റെ ആത്മാവിനോട് പറയുകയാണ്, ആത്മാവേ തന്നോട് തന്നെ പറയുകയാണ്, നീ ഏറിയ കാലത്തേക്കുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, തിന്നും കുടിച്ചും സന്തോഷിച്ചും ജീവിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. അന്ന് രാത്രി ദൈവം അവന്റെ അടുക്കൽ വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, മൂഢ, ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ആത്മാവിന് വേണ്ടി കരുതാതെ ആമാശയത്തിന് വേണ്ടി മാത്രം കരുതിയവന്റെ അവസ്ഥ ഇങ്ങനെയാകും, അവർ മൂഢന്മാരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മറ്റൊരു മൂഢനെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ പറയുന്നു, പുനരുത്ഥാനമില്ല, പുനരുത്ഥാന ശരീരം എന്ന് പറയുന്ന ഒരു അനുഭവമില്ല, മരണാനന്തരം ഒരു ജീവിതമില്ല. ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷത്തോടുകൂടെ ജീവിച്ച് ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുക, അതാണ് സ്വർഗം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരെയും വിളിക്കുകയാണ്, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ എന്ന് പറയുകയാണ്. ഒരു പുനരുത്ഥാന ശരീരമുണ്ട്, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. നീ ഉയർത്തെഴുന്നേറ്റ് നിന്റെ പ്രവർത്തികൾക്ക് ന്യായം വിധി നേരിടുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ആത്മാവിന്റെ നിത്യ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നതിന് വേണ്ടി കരുതുന്നവരായി തീരണമെന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിനെ തുറന്നുകൊണ്ട് ദൈവവചനത്തെ, ജീവന്റെ വചനങ്ങളെ ശ്രദ്ധിക്കുന്നവരായി നാം മാറ്റപ്പെടണം. ലോകത്തിൽ ശ്രേഷ്ഠന്മാരായി തീർന്ന പലരും, ലോകത്തിൽ വലിയ വലിയ മനുഷ്യരായി തീർന്ന പലരും തങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്ന് ആ രക്ഷ കണ്ടെത്തിയവരാണ്. വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതായ ഒരു കാര്യമാണ് ക്ലോറോഫോം. നമുക്കറിയാം, ഈ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് യങ് സിംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് രാവിലെ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഞാനൊരു പാപിയായി എനിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. ആ രക്ഷാമാർഗം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആ തിരിച്ചറിവ് ഉണ്ടാകണം. സുവിശേഷം കേൾക്കുന്നതിലൂടെ, ദൈവവചനം കേൾക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ യേശുവിനായി സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ എൻ്റെ ഭാഗത്തെ അവസാനിപ്പിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് നമ്മുടെ വേദപുസ്തകത്തെ ഒന്ന് തുറക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാം. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്കു സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കടിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ
ചാരവെള്ളം പോലെയും ആയിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പഴയ നിയമ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ പ്രവാസ കാലത്തിന് ശേഷം 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഒരു ചെറിയൊരു ശേഷിപ്പായിട്ടും മടങ്ങി വന്ന് വളരെ കഷ്ടത്തിൽ പ്രയാസത്തിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുവാനും അവരുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും ശരിയായ ദിശയിൽ അവർക്ക് ദിശാബോധം നൽകി കൊടുക്കുവാനും അവസാന കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ ചില പ്രവാചകന്മാരായിരുന്നു ഹഗായി, സഖറിയാവ്, മലാക്കി മുതലായ പ്രവാചകന്മാർ. മലാക്കി പ്രവാചകൻ മുഖാന്തരമുള്ള പ്രവചനത്തിലൂടെ പഴയ നിയമ തിരുവെഴുത്തുകൾ അവസാനിക്കുകയാണ്. പിന്നീട് ഏകദേശം 400ഓളം വർഷങ്ങൾ പ്രവാചകന്മാരിലൂടെയുള്ള അരുളപ്പാടുകളൊന്നും ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അവസാന പ്രവചനത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് താൻ അവസാനിപ്പിക്കുന്നത്. ഇവിടെ താൻ പറയുകയാണ്, ഒരുവൻ വരുവാൻ പോകുകയാണ്, ഇതാ അവൻ വരുന്നു, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം എന്ന് പറയുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും എന്ന് ചോദിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു കാര്യമാണ്. അടിസ്ഥാനപരമായി ക്രൈസ്തവ മാർഗത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർക്ക് കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അല്പമെങ്കിലും ഒരു ധാരണ ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ സാമുദായിക മാർഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് അത്രത്തോളം കർത്താവിന്റെ വരവിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച് ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നാളെ എല്ലാവരും ക്രിസ്മസ് കൊണ്ടാടുകയാണ് അല്ലെ? ഡിസംബർ മാസം 25-ാം തീയതി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായി എന്ന് ചിന്തിച്ച് മനുഷ്യർ ആഘോഷിക്കുകയാണ്. അതിന് യാതൊരു വിധമായ ചരിത്ര പിൻബലവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതിലും വളരെയധികമായിട്ട് കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനൊരു കാലത്ത് സാമുദായിക മാർഗത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഏകദേശം ഒരു 15 വയസ്സ് പ്രായം വരെയും ഈ കാലഘട്ടങ്ങളിലൊന്നും കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. കർത്താവായ യേശു രണ്ടാമത് വരുമെന്ന് യാതൊരു പ്രകാരത്തിലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ ഭവനത്തിൽ അലമാരിക്കകത്ത് നീളത്തിലുള്ളൊരു മെഴുകുതിരി, അതിങ്ങനെ വെള്ള ചുറ്റി ഒരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ വെച്ചിരിക്കുക. എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇതെന്താണ് ഈ മെഴുകുതിരി? നമുക്ക് കരണ്ട് പോകുമ്പോൾ കത്തിക്കാമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ മെഴുകുതിരി കരണ്ട് പോകുമ്പോൾ കത്തിക്കാനുള്ളതല്ല. പിന്നെ എന്താണ്? ഇനി ലോകം അവസാനിക്കുവാൻ പോകുന്നതിന് മുൻപ് ലോകത്തിൽ ഒരു പ്രകാശവും ജ്വലിക്കാത്തൊരു കാലം വരും, മുഴുവനും ഇരുട്ട് നിറഞ്ഞൊരു കാലം വരും, അന്ന് കത്തിക്കാനുള്ളതാണ് ഈ മെഴുകുതിരി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എന്താണ്? അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചോ കർത്താവിന്റെ വരവിങ്കിൽ ദൈവത്തിന്റെ സഭയായിട്ട് എടുത്തുകൊള്ളപ്പെടുന്നതിനെ കുറിച്ചോ ധാരണയില്ല. എന്നാൽ അതിനുശേഷം നടക്കാൻ പോകുന്ന ഭീകരമായ, ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ വാഴ്ചയെക്കുറിച്ച് എന്തൊക്കെയോ അറിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ യേശുവിനെ നിങ്ങൾ അവന്റെ മാധുര്യത്തെ നിങ്ങൾ രുചിച്ചറിയുന്നുവെങ്കിൽ യേശുവിനെ ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു എത്ര മാധുര്യവാനാണ്. നാം പാടിയതുപോലെ നാം ഇപ്പോൾ 3-ാമത്തെ പാട്ടിൽ പാടിയല്ലോ, വെണ്മയും ചുവപ്പും ഉള്ളവനാണവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണവൻ, വെണ്മയും ചുവപ്പും ഉള്ളവനാണവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണവൻ, ഉത്കൃഷ്ടനാണവൻ, അവന്റെ വായേറ്റവും മാധുര്യമുള്ളത് സർവാംഗ
സർവാംഗ സൗന്ദര്യമാർന്നവൻ ദൂരം യേശുവിനെ പുത്രിമാരെ അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു സർവാംഗ സുന്ദരനാണ്, ഇവനാണ് എൻ്റെ പ്രിയനെന്ന് പാടുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ വരവിനായിട്ട് ദൈവത്തിൻ്റെ സഭ കാത്തിരിക്കുക. ദൈവവചനപ്രകാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തുമുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥന ഇതായിരുന്നു, ആമേൻ കർത്താവേ വരേണമേ എന്ന്. ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ കർത്താവേ വരേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ കാലഘട്ടത്തിലും ഭക്തന്മാർ ആഗ്രഹിച്ചിരുന്നത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ആദിമസഭയെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ അവരിങ്ങനെ പറയുകയാണ്, ആദിമസഭയിലുള്ള ദൈവത്തിന്റെ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിച്ചതിലധികമായിട്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് പറയുകയാണ്. തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മരണമുഖാന്തരമായിട്ട് മാറ്റപ്പെടും എന്നുള്ളതിനേക്കാൾ അവർ ചിന്തിച്ചത് സ്വർഗത്തിലേക്ക് ആ കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടും എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നവോത്ഥാന നായകനായിട്ട് അറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ താൻ ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു, ഞാൻ ജീവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇന്നലെ മരിച്ചു, ഇന്ന് ഉയർത്തു, നാളെ മടങ്ങി വരും എന്നുള്ളതായ ഒരു അനുഭവത്തിലാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അവർക്ക് സാമീപ്യമായി തോന്നിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ മാർഗത്തിന് പലവിധത്തിലുള്ളതായ അപജയങ്ങൾ സംഭവിച്ചപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ട് ലൗകികന്മാരായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഭക്തന്മാർ കർത്താവിന്റെ വരവിന് വേണ്ടി ആവലോടെ കാത്തിരിക്കുമ്പോൾ ഭക്തികെട്ട ഒരു കൂട്ടം പരിഹാസികൾ ലോകത്തിലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവർ ദൈവത്തിന്റെ സഭയ്ക്ക് അകത്തുമുണ്ട് ലോകത്തിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭക്തികെട്ട പരിഹാസികൾ ഉയർത്തുന്ന ഒരു ചോദ്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വായിച്ചാട്ടെ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുകയാണ്. 2000 വർഷമായിട്ട് കർത്താവ് വരും എന്ന് പറയുകയാണ്, ഇതുവരെയും വന്നിട്ടില്ലല്ലോ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കൂട്ടം ഭക്തന്മാർ ആമേൻ കർത്താവേ വരേണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടം വ്യക്തികൾ പരിഹാസികൾ, ഭക്തികെട്ട പരിഹാസികൾ, അവർ ചോദിക്കുന്നു അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ഈ ലോകം ആദിമകാലങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. ചരിത്ര വസ്തുതകളെ കുറിച്ചൊക്കെ അവർ പഠനം നടത്തിയിട്ട് പറയുകയാണ്, ഈ ലോകത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലൊക്കെ എങ്ങനെ ഇരുന്നുവോ അന്ന് നടന്നത് തന്നെയൊക്കെയാണ് ഇന്നും നടക്കുന്നത്. ആ ഭക്തികെട്ട പരിഹാസികൾ പറയുന്നു അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുകയാണ്. അതിന് ഒരു ഉത്തരം എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുകയാണ്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്ന് ഓർപ്പിക്കുകയാണ്. ഭക്തികെട്ട പരിഹാസികളുടെ ചോദ്യത്തിന്റെ ഉത്തരം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ഈ അല്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാലദൈർഘ്യം എങ്ങനെയാണ്? ഇത്രയും നാളായിട്ട് ഈ അല്പകാലം തീർന്നില്ലയോ എന്നൊരു ചോദ്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നേക്കാം. അതിനും മറുപടി അപ്പോസ്തലനായ പത്രോസ് തന്നെ പറയുന്നുണ്ട്.
പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം കർത്താവ് ഇന്നുവരെയും മറന്നു കളഞ്ഞിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതല്ലേ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കാമെന്ന്. ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് വാഗ്ദത്തമൊക്കെ മറന്നുപോയി കാണുമെന്ന് ചിലർ ചിന്തിക്കുകയാണ് അല്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ചിലർ ചിന്തിക്കുന്നത് പോലെ, താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് താമസിക്കുന്നില്ല. ഈ കാലതാമസത്തിന്റെ കാരണക്കാർ നാം തന്നെയാണ് എന്ന് പറയുകയാണ്. എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് പറയുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും അല്പകാലം എന്ന് പറയുമ്പോൾ അതിനൊരു നിർവചനം അതിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറയുകയാണ്. അല്പകാലത്തിന്റെ ഒരു നിർവചനം അവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് അല്ലേ. 2000 വർഷമായല്ലോ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീക്ഷണഗതിയിലാണ്. കർത്താവിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ വചനം പറയുന്നു 2 ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവൻ വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നാം വായിച്ച ആ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അവൻ വരുന്ന ദിവസത്തെ ആർക്കതിന് നിലനിൽക്കുവാനായിട്ട് കഴിയും, ആരതിനെ അതിജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവൻ വരുമ്പോൾ 2 അനുഭവത്തിലാണ് വരുന്നത്. ഒന്ന്, അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ, മറ്റൊന്ന് അലക്കുന്നവന്റെ ചാരവെള്ളം പോലെ. ഈ എല്ലാ വിഷയങ്ങളും നമുക്കിന്ന് ചിന്തിക്കുവാൻ സമയമില്ല. അതിന്റെ ഒരു ഭാഗം മാത്രം നമുക്കിന്ന് ചിന്തിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയാണ് വരുന്നതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഊതിക്കഴിക്കുന്നവന്റെ തീ, ഇതിന് ആംഗലേയ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ റിഫൈനേഴ്സ് ഫയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു റിഫൈൻ ചെയ്യുന്ന, ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു അഗ്നിയായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. റിഫൈനറികളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. പെട്രോളിയം ശുദ്ധീകരിച്ചെടുക്കുന്നതായ റിഫൈനറികൾ അല്ലേ. അതുപോലെ തന്നെ മറ്റ് പല ഓരോ റിഫൈനിങ് പ്രോസസ്സുകളുണ്ട്. ശുദ്ധീകരിച്ചെടുക്കുന്ന പല വിധത്തിൽ തീ കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കുന്നതായ പ്രക്രിയകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായ കാര്യങ്ങളെ ആ നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്കിതിനെ ഉപയോഗപ്രദമാക്കി മാറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. പെട്രോളിയം അത് ലഭിക്കുമ്പോൾ അത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അതിനൊരു റിഫൈനിങ് പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അത് വൈറ്റ് കറസിനാക്കി മാറ്റുന്നു, പെട്രോളാക്കി മാറ്റുന്നു, ഡീസലാക്കി മാറ്റുന്നു. ഇങ്ങനെ പല പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുത്ത് അതിനെ ഉപയോഗപ്രദമായ നിലയിൽ ആക്കി വെക്കുകയാണ്. ക്രൂഡ് ഓയിൽ എന്നുള്ള നിലയിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രാകൃത അവസ്ഥയിൽ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊന്ന്, സ്വർണം ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ലഭിക്കുന്നത്. അതിനെ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ, ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് അതിന് ഉപയോഗപ്രദമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ എന്ന് പറയുമ്പോൾ അതിന് 2 അനുഭവത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ജീവിത കാലയളവിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു അഗ്നിയായിട്ട് ഈ റിഫൈനേഴ്സ് ഫയർ, ഊതിക്കഴിക്കുന്നവന്റെ തീയെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആത്മീകമല്ല
പ്രാകൃതം അത്രേ ഒന്നാമത്തേത് എന്ന് പറയുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവനൊരു പ്രാകൃതാവസ്ഥയിലാണ്, ആത്മീക അവസ്ഥയിലല്ല. പ്രാകൃതം എന്ന് പറയുമ്പോൾ ഒരു കാട്ടാളൻ എന്നുള്ള അർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ്? പ്രകൃതിയ ഉള്ള അവസ്ഥയിൽ നമ്മൾ കാണപ്പെടുകയാണ്. ജന്മം കൊണ്ട് നമുക്ക് ചില സ്വഭാവങ്ങളുണ്ട്, അല്ലെ? ജന്മം കൊണ്ട് ചില പാപ സ്വഭാവങ്ങൾ നമുക്കുണ്ട്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തിരുവചനം മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ സൈക്കോളജി ഇങ്ങനെയാണ് പറയുന്നത്: പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അകൃത്യത്തിൽ ഞാൻ ഉരുവായി. ഒരു മനുഷ്യന്റെ മാനസിക നിലയും അവന്റെ ശാരീരിക നിലയും എല്ലാം ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് പാപത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പാപം ചെയ്യുവാനോ തെറ്റുകൾ ചെയ്യുവാനോ ലോകത്തിൽ ആരും ഒരു മനുഷ്യനെയും പഠിപ്പിച്ചെടുക്കേണ്ടതായിട്ടില്ല. പ്രകൃതിയാ ഉള്ള അവസ്ഥയിൽ ഇതെല്ലാം ചെയ്യുവാൻ അവൻ അഭ്യസിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പ്രാകൃതാവസ്ഥയിൽ നിന്ന് അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നതായ ഒരു അഗ്നിയാണ് റിഫൈനേഴ്സ് ഫയർ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഊതിക്കഴിക്കുന്നവന്റെ തീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാകൃതമായതിനെ ആത്മീകമാക്കി മാറ്റുന്നതായ ഒരു രൂപാന്തര പ്രക്രിയ എന്ന് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം മനുഷ്യ ജീവിതങ്ങളിൽ ചെയ്യുന്നതായ ഈ രൂപാന്തരത്തെ കുറിച്ച് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, പലവിധമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ കടത്തിവിടുന്നതായ ഈ അഗ്നിശോധനയിലൂടെ നിങ്ങളുടെ പ്രാകൃതങ്ങൾ മാറ്റപ്പെട്ട് നിങ്ങളിൽ ഒരു ആത്മീക അനുഭവത്തെ ഉരുവാക്കിയെടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കാം. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചു. കഷ്ടതയുടെ ചൂളയിൽ ശോധന കഴിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ട് കർത്താവേ എന്നോട് മാത്രം നീ ഇങ്ങനെ ചെയ്യുന്നു? എന്റെ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു? എന്തുകൊണ്ട് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്നില്ല? എന്തുകൊണ്ട് എന്റെ ശാരീരിക രോഗത്തിന് സൗഖ്യം നൽകുന്നില്ല? ഈ ചോദ്യങ്ങളുമായിട്ട് നീ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് അതൊരു റിഫൈനേഴ്സ് ഫയർ ആണ്. ഊതിക്കഴിക്കുന്നതിന്റെ അഗ്നിയായിട്ട് നിങ്ങളിലുള്ള പ്രാകൃതങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങളെ ആത്മീക സ്വഭാവമുള്ളവരായിട്ട്, ദൈവിക സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നതായ ഒരു പ്രക്രിയയാണ് നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ശില്പി, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ല്, ഒരു ശില്പി കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു പാറക്കല്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല, അല്ലേ? ഒരു പാറക്കല്ല് റോഡിൽ കിടക്കുകയാണ്, നമുക്കൊന്നും തോന്നാറില്ല, അല്ലേ? എന്നാൽ ഒരു ശില്പി ഒരു പാറക്കല്ല് കണ്ടു കഴിഞ്ഞാൽ ആ കല്ലിനുള്ളിൽ അവനൊരു ശില്പത്തെ കാണുന്നുണ്ട്, അല്ലേ? ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ശിലകളെ മനുഷ്യർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില ശിലകൾ ഒരു ശില്പി കണ്ടു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു മനോഹരമായ ശില്പത്തെ ആ ശില്പി കാണുകയാണ്. ഉടനെ ആ ശില്പി എന്താണ് ചെയ്യുന്നത്? തൻ്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആ പാറക്കല്ലിൽ തൻ്റെ സങ്കല്പത്തിന് അധികമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ചെത്തി കളയുകയാണ്. അതിൻ്റെ അധികം മുഴച്ചു നിൽക്കുന്ന അധികപ്പറ്റായിട്ട് അതിനകത്തുള്ളതെല്ലാം ചെത്തിയെറിഞ്ഞ് കളയുമ്പോൾ അവസാനമായിട്ട് അത് മനോഹരമായ ഒരു ശില്പമായിട്ട് മാറ്റപ്പെടുകയാണ്. എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാകൃതാവസ്ഥയിൽ ദൈവത്തിന് അനുയോജ്യമല്ലാതെ എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെയും ഈ ഊതിക്കഴിക്കുന്നവന്റെ അഗ്നിയിലൂടെ കടത്തിവിട്ട്, കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിട്ട് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഊതിക്കഴിക്കുന്ന അഗ്നിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഊതിക്കഴിക്കുന്ന അഗ്നിയുടെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. 13-ാം വാക്യം വായിക്കാം. ആ ദിവസം അതിനെ തെളിവാക്കും. ഓരോ മനുഷ്യന്റെയും പ്രവർത്തികളെ കുറിച്ച് പറയുകയാണ്, അല്ലെ? ഒരു ദിവസം വരുന്നുണ്ട്, ആ
ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു അതൊരു വരും. തീയാണ് എന്ന് പറയുകയാണ്. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തന്റെയും പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ മുഴുവനുമായിട്ട് വായിക്കണം. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം ചെയ്യുന്ന ഒരു ആത്മീക ജീവിതം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുകയാണ്. അവന്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, അവന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ അടിസ്ഥാനം ഇട്ടതിന് ശേഷം അവന്റെ ജീവിതത്തിൽ അതിന് മുകളിൽ പണിയുന്നതായ ഒരു പ്രവൃത്തിയുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അടിസ്ഥാനം എന്താണെന്നും അതിന്റെ മുകളിൽ പണിയുന്നതായ നമ്മുടെ പ്രവൃത്തിയുടെ നിലനിൽപ്പ് എങ്ങനെയാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഈ അടിസ്ഥാനം എന്ത് എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചാൽ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. നിന്റെ ജീവിതത്തിൽ ശരിയായ ഒരു അടിസ്ഥാനം ഉണ്ടാകണം. നിന്റെ ജീവിതം ശരിയായ നിലയിൽ മുൻപോട്ട് പോകണമെങ്കിൽ ശരിയായ ഒരു അടിസ്ഥാനം ഉണ്ടാകണമെന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടിസ്ഥാനങ്ങളില്ലാതെ പണിതുയർത്തുന്ന കെട്ടിടങ്ങൾ ചിലപ്പോൾ അതിന് മുകളിലായിട്ട് പല നിലകൾ പണിത് ഉയർത്തും. ആ ഒരു പ്രത്യേക സമയത്ത് ചെറിയ സമ്മർദ്ദങ്ങളിലോ കാറ്റുകളിലോ ഉലച്ചിൽ നേരിട്ടിട്ട് ആ കെട്ടിടം വീഴുകയാണ്. ആ കെട്ടിടം വീണു കഴിയുമ്പോൾ എന്തുകൊണ്ടിത് വീണുവെന്ന് മനുഷ്യർ പലപ്പോഴും അന്വേഷണം നടത്തുന്നു, ചിന്തിക്കുന്നു, ചിലപ്പോൾ വിലപിക്കുന്നു. അതിൻ്റെ ഉത്തരം ആ നാശ അവശിഷ്ടങ്ങൾക്കുള്ളിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്? അതിന് ശരിയായ ഒരു അടിസ്ഥാനം ഇട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, യേശുക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശുവിനെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ ഒരു അടിസ്ഥാനമായിട്ട് ഇട്ട് തന്നിരിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് സുപരിചിതമായൊരു വാക്യമാണ്. ഈ അടിസ്ഥാനം ദൈവം സിയോനിലാണ് ഇട്ടിരിക്കുന്നത്. സിയോനിൽ ഇടപെട്ടിരിക്കുന്ന ഈ അടിസ്ഥാനം വിലയേറിയതും ശോധന ചെയ്തതുമായ ഒരു മൂലക്കല്ലായിട്ടാണ് ദൈവം ഇട്ടിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സിയോനിൽ ഇട്ടിരിക്കുന്നതായ ആ അടിസ്ഥാനം അവന്റെ ജീവിതത്തിൽ, ആ യേശുക്രിസ്തു എന്നുള്ള അടിസ്ഥാനം അവന്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഇടയാക്കി തീർക്കുകയാണ്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ സിയോനിൽ ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തെ കുലുങ്ങാതെ നിലനിർത്തുന്നതെന്നും നിങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി പണിയുന്നത് എന്നും ഇവിടെ പറയുന്നുണ്ട്. 2-4 വാക്യം വായിക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ഒരു ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഒരു അടിസ്ഥാനമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളൊരു ജീവനുള്ള കല്ലായിട്ട് മാറ്റപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയും. എങ്ങനെയാണ് നാം ഒരു ജീവനുള്ള കല്ലായിട്ട് മാറ്റപ്പെടുന്നത്? അടിസ്ഥാനപരമായ ചില ഉപദേശസത്യങ്ങളെ കുറിച്ച് നമുക്കറിയാവുന്നതാണെങ്കിൽ ഞാനൊന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഒരു ജീവനുള്ള കല്ലായിട്ട് മാറ്റപ്പെടുവാൻ അവൻ ഒന്നാമതായിട്ട് ദൈവകൽപ്പന പ്രകാരം മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ചിലപ്പോൾ ചിലർ ചിന്തിച്ചേക്കാം, ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രം ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, എല്ലാവരോടും എല്ലായിടത്തും ദൈവം കൽപ്പിക്കുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോൾ
ഗണ്യമാക്കുന്നില്ല. പക്ഷെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് ഭാഷയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നാലും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ജീവനുള്ള കല്ലായിട്ട് മാറ്റപ്പെടണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? എല്ലാ വിഭാഗങ്ങളും മാനസാന്തരത്തെ കുറിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്രൈസ്തവേതര മാർഗങ്ങളിലും മനം തിരിഞ്ഞുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ദൈവവചനപ്രകാരമുള്ള മാനസാന്തരത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു വിഷയം, മറ്റൊന്ന് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന വിഷയം. അതിന്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കുക എന്നുള്ളതാണ്. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. താൻ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കേണ്ടുന്ന ഒരു വചനമാണ്. അത് സത്യമായ വചനമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള വചനം മാത്രമല്ല. പാപികളെ രക്ഷിപ്പാനായിട്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാ പാപികൾക്കും വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, യേശു രക്ഷിപ്പാൻ വന്ന ആ പാപികളുണ്ടല്ലോ, ആ പാപിയിൽ ഞാൻ ഒന്നാമനാണ് എന്ന് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വെളിപ്പാടിനാൽ ഒരു തിരിച്ചറിവുണ്ടാകണം, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില നീതി പ്രവർത്തികൾ ഉണ്ടായിരുന്നേക്കാം, നിങ്ങൾക്ക് ചില നന്മകൾ ഉണ്ടായിരുന്നേക്കാം, മറ്റുള്ളവരോട് തുലനം ചെയ്ത് നോക്കുമ്പോൾ അവരിൽ നിന്ന് മെച്ചപ്പെട്ട ചില ജീവിതങ്ങൾ ഉണ്ടായിരുന്നേക്കാം. ദൈവത്തിന്റെ മുൻപാകെ നിന്റെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണികൾ പോലെയാണ്. യോബ് എന്നുള്ള ഭക്തൻ പറയുകയാണ്, സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. നക്ഷത്രങ്ങൾക്കോ ചന്ദ്രനോ സൂര്യനോ ഇതിനൊന്നും ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപാകെ, ദൈവത്തിന്റെ നിർമ്മലതയുടെ അളവുകോലിന്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. പിന്നെ മൺപുരകളിൽ പാർത്ത് പുഴുവിനെ പോലെ ചതഞ്ഞരഞ്ഞു പോകുന്ന മനുഷ്യ ജന്മങ്ങൾക്ക് ദൈവസന്നിധിയിൽ എന്ത് നീതിയാണ് അവകാശപ്പെടുവാനുള്ളത്? പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരത്തിന്റെ പ്രാരംഭമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് പാപികളെ രക്ഷിപ്പാൻ വന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. അടുത്തതായി രണ്ടാമതായിട്ട് റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു എന്റെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, എന്റെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിക്കപ്പെട്ടുമിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ധാരണകളാണ് ലോകത്തിലെ മനുഷ്യർക്കുള്ളത്. സാധാരണക്കാരനായൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനിയായൊരു മനുഷ്യൻ യേശുവിന്റെ മരണത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതൊരു രക്തസാക്ഷി മരണമായിട്ടാണ് അവർ അംഗീകരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ആശയത്തിന് വേണ്ടി മരിച്ചൊരു വ്യക്തി, അല്ലേ? ലോകത്തിലെ ഓരോ വിഭാഗങ്ങളിലും രക്തസാക്ഷികളൊക്കെ ഉണ്ട്. ആ രക്തസാക്ഷികൾ എന്താണ് പറയുന്നത്? ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടി അവർ മരിച്ചു. സോക്രട്ടീസ് എന്ന് പറയുന്നതായ ഒരു തത്വജ്ഞാനിയെ കുറിച്ച്, യവന തത്വചിന്തകനെ കുറിച്ച് നമുക്കറിയാം. താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിന്റെ കേടുകളെ തീർക്കുവാനും ഒരു നീതിബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ചില ഉപദേശങ്ങളും ചില തത്വജ്ഞാനങ്ങളും ഒക്കെ ആയിട്ട് വന്നു. എന്നാൽ അന്നത്തെ അധികാരികൾക്ക് തന്റെ നടപടികളിൽ താല്പര്യമുണ്ടായില്ല. യൗവനക്കാരെ, യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തടവിലാക്കുകയും ഹെംലോക്ക് എന്ന് പറയുന്നതായ ഒരു വിഷം കുടിച്ച് മരിക്കുവാനായിട്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലർ ചിന്തിക്കുന്നു യേശുക്രിസ്തുവും ഈ സോക്രട്ടീസിനെ പോലെ ഒരു ആശയത്തിന് വേണ്ടി മരിച്ച ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് താൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉപദേശത്തെ ഉയർത്തിക്കാണിക്കുവാനോ ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. എന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു, നിങ്ങളുടെ പാപത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. യേശുവിന്റെ കാൽവരി ക്രൂശിലെ പരമയാഗത്തെ കുറിച്ച് പലപ്പോഴും മനുഷ്യരിങ്ങനെ പല വിധത്തിൽ വർണ്ണിക്കാറുണ്ട്. യേശുവിന്റെ കയ്യിൽ ആണികൾ അടിക്കപ്പെട്ടു, അവന്റെ ശരീരം മുഴുവനും മുറിവുകൾ ഏറ്റതിനെ കുറിച്ച് പറയാറുണ്ട്. യേശു കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ശിഷ്യന്മാർ തന്നെ ഒറ്റിക്കൊടുത്ത അനുഭവം, താൻ ഏകനായി തീർന്നതായ അനുഭവം, പിതാവ്
പോലും തന്നെ കൈവിട്ട് കളഞ്ഞ അനുഭവം, ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. യേശുവിൻ്റെ ശാരീരിക കഷ്ടത്തിൽ ഇത് മാത്രമല്ല ഏറ്റവും വലുതായിട്ടുള്ളത്. ചില നാളുകൾക്ക് മുൻപ് ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ഒരു ജേർണലിസ്റ്റ് ഒരു യഹൂദനായ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് കടന്നുപോയി. താൻ കടന്നുപോയപ്പോൾ താനൊരു ഭക്തനായൊരു മനുഷ്യനാകിയാൽ ഒന്നാമത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തനിക്ക് ഒരു കോപമുണ്ടായി. കേട്ട യഹൂദന് വലിയൊരു കോപമുണ്ടായി. താൻ പറഞ്ഞു, ഞാൻ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അതികഠിനമായ പീഡനങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ്. എന്നെപ്പോലെ അനേക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യൗവനക്കാർ അതികഠിനമായ പീഡനത്തെ അതിജീവിച്ച് ഞങ്ങൾ കടന്നു വന്നവരാണ്. ഈ യേശു ഞങ്ങൾ സഹിച്ച കഷ്ടത്തിൻ്റെ ഒരംശം പോലും സഹിച്ചിട്ടില്ല എന്ന് താൻ മറുപടി പറയുവാനിടയായിത്തീർന്നു. മനുഷ്യരുടെ ചിന്തകൾ അത്രമാത്രമേ ഉള്ളൂ. തൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച്, തൻ്റെ ശരീരത്തിലുള്ള കഷ്ടങ്ങളോ തൻ്റെ മനസ്സിലുള്ള കഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് പലരും ചിന്തിക്കാറുള്ളൂ. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആത്മാവിലുണ്ടായ വലിയൊരു ന്യായവിധിയുടെ ഭാരമുണ്ടായിരുന്നു. സകല മനുഷ്യൻ്റെയും ന്യായവിധിയുടെ ശിക്ഷ, അതിൻ്റെ വെയിറ്റ് മുഴുവനും യേശുവിൻ്റെ ആത്മാവിലാണ് ദൈവം നിക്ഷേപിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവജന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ദൈവജന പ്രകാരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറ്റബോധം ഉണ്ടാകും. ചിലപ്പോൾ നല്ല നീതിബോധമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാകും. ആ കുറ്റബോധത്തിൻ്റെ വെയിറ്റ് അതിഭയങ്കരമാണ് അല്ലേ? ചില നാളുകൾക്ക് മുൻപ് നക്സൽ വർഗീസ് വധക്കേസിൻ്റെ പ്രതിയായൊരു പോലീസുകാരൻ ദീർഘനാളുകൾക്ക് ശേഷം തന്നെ കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ ഏൽക്കുവാൻ തയ്യാറായിട്ട് വന്നു. താൻ പറഞ്ഞു, ദീർഘവർഷങ്ങൾ ഞാൻ കുറ്റബോധത്തിൻ്റെ ഉമിത്തിയിൽ നീറി ജീവിക്കുകയായിരുന്നു. മനുഷ്യന് തങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റത്തിൻ്റെ ഭാരം പോലും വഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. ചില മനുഷ്യർ തങ്ങൾ ചെയ്തതായ തെറ്റുകളുടെ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും മുഴു പാപത്തിൻ്റെയും വെയിറ്റ് യേശുവെന്നുള്ള ഏക മനുഷ്യനിൽ, അവനിൽ ദൈവം നിക്ഷേപിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്ക് യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് യഥാർത്ഥമായി നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ പോലും കഴിയത്തില്ല. അത്ര ആഴമുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തിനും ക്രൂശ് മരണത്തിനുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി അടുത്തതായി ചെയ്യേണ്ടുന്നത്, യേശുവിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് എന്നവൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. ഞാൻ നീതിമാനായി തീരേണ്ടതിന്, എൻ്റെ പാപക്കറകൾ മുഴുവനും ക്ഷമിച്ച് കഴുകിക്കളഞ്ഞ് എന്നെ ഒരു വിശുദ്ധനാക്കി നിർത്തേണ്ടതിന്, നീതീകരണത്തിനായിട്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. മൂന്നാമതായിട്ട് റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു എൻ്റെ കർത്താവ് എന്നൊരുവൻ ഏറ്റുപറയണം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയണം. അപ്പോഴാണ് മാനസാന്തരം എന്ന് പറയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഈ അനുഭവങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഒരു കാര്യം ചെയ്യും. എന്താണ്? ദൈവവചനത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി തീർക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവം ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് വീണ്ടും ജനനം എന്നാണ് വിളിക്കുന്നത്. ഒരു പുതിയ ജനനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ മനുഷ്യ ശരീരത്തിൽ ജനിച്ചു വീണതുപോലെ നിങ്ങളൊരു പുതിയ ജനനം പ്രാപിക്കുകയാണ്, ഒരു പുതിയ ജീവൻ പ്രാപിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ഇതുവരെയുള്ള സകല കടങ്ങളും, തിരുവചനത്തിൽ സകലവും നിവർത്തിയായ എന്നൊരു പദം യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ വെച്ച് യേശു സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സകലവും നിവർത്തിയായ എന്നുള്ള പദത്തിന്, ആ സെന്റൻസിന് ഗ്രീക്ക്
ഗ്രീക്ക് ഭാഷയിൽ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഇതുവരെയുള്ള കടങ്ങൾ, അത് ഒരു സാമ്പത്തിക വ്യാപാര മേഖലകളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. കടം വാങ്ങിയ ഒരു വ്യക്തി തൻ്റെ കടം മുഴുവനും ക്ലോസ് ചെയ്യുമ്പോൾ അതിനായിട്ട് ആ ക്ലോസിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ സകലവും നിവർത്തിയായി മനുഷ്യൻ ചെയ്തിരിക്കുന്ന സകല പാപത്തിൻ്റെയും കടങ്ങൾ കാൽവരി ക്രൂശിൽ യേശു കൊടുത്തു തീർക്കുകയും ഇനി പാപത്തിൻ്റെ യാതൊരു കടവും അവൻ ചുമക്കേണ്ടതായിട്ടില്ല എന്ന് സ്വർഗീയ കോടതി അവനെ വിധിച്ച് ഒരു നീതീകരണ വിധി സ്വർഗീയ കോടതിയിൽ നിന്നുണ്ടായി അവനെ സ്വതന്ത്രനാക്കി വിടുന്നതായ ഒരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മനസാന്തരം എന്നുള്ള അനുഭവത്തിലൂടെ ഒരു വ്യക്തി മുൻപോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു പുതിയ ജീവനായി നൽകി. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു ശാരീരിക ജീവനോടുകൂടെ ജനിച്ചതുപോലെ ഒരു ആത്മീക ജീവനുള്ളവരായി വീണ്ടും ജനനം പ്രാപിച്ച ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. ഈ അനുഭവത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ജീവനുള്ള കല്ലായി തീരേണ്ടതിന് രണ്ടാമത്തെ അനുഭവമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ഈ ആത്മീയ സത്യങ്ങളെ കുറിച്ച് എല്ലാം വിശദമായിട്ട് പറയുവാൻ കഴിയത്തില്ല. അതും ഒരു ദൈവകൽപ്പനയാണെന്നും അതൊരു ദൈവത്തിന്റെ ആലോചനയാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും ഈ നാളുകളിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നവരാണ്. നമ്മളല്ല സാമുദായിക മാർഗത്തിൽപ്പെട്ടവർ. ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുക അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മഹാനിയോഗം അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ഉപദേശിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണമെന്ന് യേശു പറയുകയാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്നാനം, വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് ഒരു ദൈവ കൽപ്പനയാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സ്നാനപ്പെടണം, സ്നാനം കൊടുക്കണമെന്ന് പറയുകയാണ്. മാത്രമല്ല അത് ദൈവത്തിൻ്റെ ആലോചനയാണെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പറയുകയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു ദൈവിക ആലോചനയുണ്ട്. ആ ദൈവിക ആലോചനയുടെ പൂർത്തീകരണത്തിനായിട്ട് നാം ഈ ആത്മീയ സത്യത്തെ അനുസരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അഭിഷിക്തരായ ശുശ്രൂഷകരുടെ കയ്യിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതായ വിശ്വാസ സ്നാനം, അതാണ് യഥാർത്ഥമായ ഉപദേശമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അനുഭവം നമ്മുടെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തെ പൂർണ്ണമാക്കിക്കൊണ്ട് ആത്മീയമായിട്ട് മുൻപോട്ട് പോകുവാൻ, വളരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കി തീർക്കുകയാണ് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അതിന്റെ കുഴപ്പത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ജീവനുള്ള കല്ലായിട്ട് അവന്റെ മേൽ പണിയപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടിസ്ഥാനപരമായ അനുഭവങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ ദൈവകൽപ്പന അനുസരിച്ച് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ, ജലസ്നാനത്തിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനൊരു പുതിയ അവസ്ഥയുണ്ടാകുകയാണ്. ഇപ്പോൾ അതിന് ദൈവത്തിന് ഇറങ്ങി അധിവസിപ്പാൻ കഴിയുന്ന ഒരു സ്ഥലമായി മാറ്റപ്പെടുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് വസിക്കാൻ എന്നുള്ള നിലയിൽ പള്ളികളൊക്കെ പണിയാറുണ്ട്, ദേവാലയങ്ങൾ പണിയുക. പല ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ തന്നെ നമ്മൾ പലയിടത്ത് കണ്ടിട്ടുണ്ട്. ദൈവം വസിക്കുന്ന സ്ഥലമെന്നാണ് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല അല്ലേ. ഏറ്റവും വലിയ ദേവാലയം പണിതൊരു വ്യക്തിയാണ് ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് ആ ദേവാലയം പണിത് പൂർത്തീകരിച്ചിട്ട് പറയുകയാണ്, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവനായ ദൈവത്തിന് എനിക്കൊരാലയം പണിയുവാൻ കഴിയുമോ? ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെ എവിടെയാണ്
ദൈവം വസിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം നമ്മെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെയും വിശ്വാസ സ്നാനത്തിൻ്റെ അനുഭവത്തിലൂടെയും നടത്തിയത് നമ്മുടെ ഹൃദയത്തെ ഒരു ദേവാലയമാക്കി മാറ്റുവാനെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മുടെ ഹൃദയം ഒരു ദൈവത്തിൻ്റെ ആലയമായി തീർന്ന് ത്രിയേക ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് അധിവസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തോടുകൂടെ ദൈവശക്തിയാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവ പൈതല് അവൻ ആരാണ്? ഒരു ദൈവാലയമായി തീർന്നിരിക്കുകയാണ്. അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വചനം ദൈവ മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കുറെ നീതിമാന്മാരെ ഉണ്ടാക്കുവാൻ വന്നതല്ല, കുറെ നല്ല മനുഷ്യരെ ഉണ്ടാക്കാൻ വന്നവനല്ല, പിന്നെ ഒരു കൂട്ടം ദൈവ മനുഷ്യരെ ഉരുവാക്കുവാനായിട്ട് വന്നതാണ്. മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ദൈവവചനത്തിലൂടെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് വിശ്വാസ സ്നാനത്തിലൂടെ അനുസരണത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്നെയും ഇറങ്ങി വന്ന് അധിവസിക്കുന്ന ഒരു ദേവാലയമാക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുക, ഒരു പുതിയ വിഭാഗത്തെ തന്നെ ദൈവം ഉണ്ടാക്കുകയാണ്. തിരുവചനത്തിന്റെ വെളിപ്പാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെയും കടന്നുപോയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ചെന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരമാണ് അല്ലേ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അത്ഭുത സംവിധാനമാണ്. ദൈവവും മനുഷ്യനും കൂടെ ഒന്നായി തീരുന്ന ഒരു സംവിധാനം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ എന്നെയും നിങ്ങളെയും ആ ആത്മീക സംവിധാനത്തിന്റെ ഭാഗമാക്കി ദൈവം മാറ്റിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ മനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ഈ ദേവാലയം പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ അനുഭവത്തിലൂടെ ഈ ദേവാലയമായി മാറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ആരും സാധാരണ മനുഷ്യരല്ല, നിങ്ങൾ ദൈവ മനുഷ്യരാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങളെ ജീവനുള്ള കല്ലുകളായിട്ട് ഒരു ദൈവിക സംവിധാനമായിട്ട് ദൈവം പണിയുന്ന. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ജീവനുള്ള കല്ലുകളെ യോജിപ്പിച്ച് പണിയുന്ന ഒരു സംവിധാനം ഈ ഭൂമിയിലുണ്ട്. ആ സംവിധാനത്തെ ദൈവസഭ എന്ന് വിളിക്കുകയാണ്. ഈ അനുഭവത്തിലൂടെ ഈ അനുഭവങ്ങളൊക്കെ പ്രാപിച്ച വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതായ ഒരു ആത്മീക ബന്ധത്തിൽ ജീവിക്കുന്നതായ ഒരു സംവിധാനം ലോകത്തിലുണ്ട്. അതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഈ സഭയെ പരിപാലിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം അപ്പോസ്തലന്മാരെയും നിയമിച്ചാക്കിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഒരു അടിസ്ഥാനമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഒരു അടിസ്ഥാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ ജനങ്ങൾ അധികവും ഈ അനുഭവം പ്രാപിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ ആ ഊതിക്കഴിക്കുന്നവന്റെ തീയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു അല്ലേ. ഊതിക്കഴിക്കുന്നവന്റെ തീയ അതെന്ത് ചെയ്യുന്നുവെന്നാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിച്ച് പ്രാകൃതന്മാരായി നമ്മെ ആത്മീയരാക്കി മാറ്റുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഒരു ദിവസം വരുന്നു, ആ ദിവസം തീയോടെ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതായ ആത്മീക അടിസ്ഥാനമുള്ള ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ഈ തീ വരികയാണ്. ഈ തീ വന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. തീ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, ശോധന ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. തിരുവചന പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന് 2 അനുഭവങ്ങളുണ്ട്. ഈ തീയുടെ ശോധനയെ നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് വിളിക്കാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നമ്മുടെ ഉപദേശപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില പെന്തിക്കോസ്ത് വിഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, ആ കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുത്തുകൊള്ളപ്പെടും. ബ്രദറൻ സഭാ സമൂഹങ്ങളൊക്കെയും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിയും പിന്നെ അവരുടെ രക്ഷ നഷ്ടമായി പോകത്തില്ല. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും എടുത്തുകൊള്ളപ്പെടും.
എടുത്തുകൊള്ളപ്പെടും. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ബീമാ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ഒരു ന്യായാസനമുണ്ട്. അവിടെ മനുഷ്യന്റെ പ്രവർത്തികൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കും, ചിലർക്ക് പ്രതിഫലം കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയല്ല പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ ന്യായാസനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്? അത് കർത്താവിന്റെ വരവാണ്. ദൈവത്തിന്റെ സഭയായിരിക്കുന്ന ഈ ആത്മീയ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടുകയും മറ്റൊരു കൂട്ടം വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു പോകുകയും ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം വായിച്ച വേദഭാഗത്തിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്നും കൂടെ വായിക്കാം. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ശരിയാണ്, അവന് പ്രതിഫലം കിട്ടും. അടുത്തത് വായിക്കുമ്പോൾ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അടുത്തതൊരു സ്നിഗ്ധമായ ഒരു ഭാഗമാണ്, സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ താനോ രക്ഷിക്കപ്പെടുമെന്ന് പറയാണ്. അതെങ്ങനെ സംഭവിക്കും? ഒരുവന്റെ പ്രവൃത്തി വെന്തുപോകുമെന്ന് പറയുകയാണ്, പക്ഷെ അവന് മാത്രം രക്ഷിക്കപ്പെടാൻ ഒരു ചാൻസ് കൊടുക്കുന്നു. താനോ രക്ഷിക്കപ്പെടും. എങ്ങനെയാണ്? എന്നാൽ തീയിൽ കൂടെ എന്നതുപോലെ എങ്ങനെയാണത് സംഭവിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വരവെങ്കിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടം കൈവിടപ്പെട്ടു പോകുന്നു. അവർ തീയിലേക്കാണ് വീഴുന്നത്. ആ തീ എന്താണ്? ഉപദ്രവ കാലഘട്ടം എന്ന് പറയുന്ന ഒരു തീയിലേക്ക്. കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ 3.5 വർഷത്തെ ഒരു തീയുടെ കാലഘട്ടമുണ്ട്. സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പ്, സഭയുടെ ശേഷിപ്പ് എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത്. അവരെ തീയിലൂടെ കടത്തിവിട്ടിട്ട് അതിൽ നിന്ന് ഒരു കൂട്ടം ജനം രക്തസാക്ഷികളായിട്ട് മരിക്കുകയാണ്. അവർക്ക് പ്രതിഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല, പക്ഷെ പ്രാണനെ രക്ഷിക്കുവാനുള്ളതായ ഒരവസരം അതിലൂടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ജനത്തെ ഊതിക്കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ അടിസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഊതിക്കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും കൈവിടപ്പെട്ടു പോകരുത്, വരുവാൻ പോകുന്ന ആ തീയിൽ വീണു പോകരുത്, ആ ഉപദ്രവകാലത്തിന്റെ തീയിൽ വീണു പോകുവാൻ ഇടയാകരുത്. നാം ഊതിക്കഴിക്കുന്നവന്റെ തീ മുഖാന്തരം ശുദ്ധീകരിക്കപ്പെട്ട് നിലനിൽക്കുന്ന പ്രവർത്തികളുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എടുത്തുകൊള്ളപ്പെടുന്ന വിശുദ്ധന്മാർക്ക് വിവിധങ്ങളായ പ്രതിഫലങ്ങളുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് മണവാളനായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. തിരുവചനത്തിന്റെ വെളിച്ചം ചിന്തിക്കുമ്പോൾ മണവാളനായിട്ട് മാത്രമല്ല വരുന്നത്, കള്ളനെ പോലെ വരുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? മണവാളനായിട്ട് വരുന്നതായിട്ട് തിരുവചനത്തിൽ വായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ന്യായാധിപതിയായിട്ട് വരുന്നു എന്ന് പറയുകയാണ്, അല്ലെ? ഇതാ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, എന്റെ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം ആ ദിവസത്തിൽ തരും. നീതിയുള്ള ന്യായാധിപതിയാണ് എനിക്കത് നൽകി തരുന്നത്. കർത്താവിന്റെ വരവ് ഒരു നീതിയുള്ള ന്യായാധിപതിയായിട്ട് കൂടെ ആയിരിക്കുമെന്ന് ഈ വചനങ്ങളൊക്കെ നമ്മോട് പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുകയും ഈ ഭൂമിയിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ജനം പ്രയാസപ്പെടേണ്ടതായിട്ടില്ല. തിരുവചനം പറയുകയാണ്, കർത്താവ് തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ടെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നിങ്ങളെ പീഡിപ്പിക്കും
പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരാക്കി എണ്ണുന്നത് ഈ കഷ്ടങ്ങളാണ്. കഷ്ടം സഹിച്ചും പ്രയാസം അനുഭവിച്ചും കൊണ്ട് മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ ജനത്തിന് ഈ പ്രതിഫലങ്ങൾ പ്രാപിപ്പാനായിട്ട് ഇടയായി തീരും. അല്ലേ? ദൈവജനത്തിൽ ഭക്തന്മാർ പ്രാപിക്കുന്നതായ പ്രതിഫലങ്ങളെ കുറിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു ആത്മീക അടിസ്ഥാനത്തിലേക്ക് വന്നവരാണല്ലോ. നിങ്ങളുടെ ജീവിതത്തിന്റെ പണി എങ്ങനെ ഇരിക്കുകയാണ്? കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുകയാണ്, ഓരോരുത്തരും വിവിധ നിലകളിലാണ് പണിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ അതിങ്ങനെ പറയുകയാണ്. അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, നാം നേരത്തെ ചിന്തിച്ച യേശു ക്രിസ്തു എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ മാനസാന്തരവും ജലസ്നാന സത്യവും പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ച ഒരു പുതിയ സൃഷ്ടിയായി ദൈവമനുഷ്യരായി തീർന്നിരിക്കുന്ന ദൈവജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ ചെയ്യുകയാണ്. അല്ലേ? അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവിധങ്ങളായ വസ്തുക്കളെ കൊണ്ട് അവിടെ ഒരു പണി നടത്തുകയാണ്. അല്ലേ? ചിലര് പുല്ലുകൊണ്ട്, വൈക്കോല് കൊണ്ട്, മരം കൊണ്ട് ഒക്കെ പണിയുന്നവരാണ്. അല്ലേ? ചിലര് പൊന്നുകൊണ്ടും വെള്ളുകൊണ്ടും പണിയുന്നവരാണ്. ഇനി ചിലര് വിലയേറിയ കല്ലുകൊണ്ട് പണിയുന്ന ഒരു അനുഭവം. എല്ലാറ്റിനെയും ശോധന ചെയ്യുന്നത് തീ തന്നെയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുക. തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം മരവും പുല്ലും വൈക്കോലും എല്ലാം വെന്ത് വെണ്ണീറായി പോകുകയാണ്. പൊന്നും വെള്ളിയും അത് നിലനിൽക്കുന്നു, പക്ഷെ ചില രൂപമാറ്റങ്ങളൊക്കെ വരുവാനായിട്ട് സാധ്യതയുണ്ട്. വിലയേറിയ കല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ അധികം ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തികൾ എவ்விധത്തിലാണ്? ആത്മീക പ്രകടനങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രൈസ്തവ വിശ്വാസ മാർഗത്തെ, ക്രൈസ്തവ ഉപദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയൊരു ആത്മീക ഉത്തരവാദിത്വമുണ്ട്. നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വേണം അവൻ ലോകത്തിൽ ജീവിക്കുവാൻ. അതുകൊണ്ട് പലപ്പോഴും ക്രൈസ്തവ മാർഗങ്ങൾ ദുഷിക്കപ്പെടാറുണ്ട്. സ്വാമി വിവേകാനന്ദൻ ലോകം അംഗീകരിക്കുന്ന ഒരു തത്വജ്ഞാനിയാണ്. താൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷേ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. അല്ലേ? യേശു ക്രിസ്തു വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം നോക്കിക്കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആസിയയിലെ, ഏഷ്യ മൈനറിലെ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ഇന്നത്തെ തുർക്കിയുടെയൊക്കെ ഭാഗങ്ങളിലുള്ളതായ സഭകളായിരുന്നു. കാലാന്തരത്തിൽ ക്രിസ്ത്യാനികൾക്ക് തങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഈ ആത്മീയ അനുഭവങ്ങളെ ജീവിതത്തിലൂടെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയായിക നിമിത്തമായിട്ട് ആ സഭകളെല്ലാം ചിന്ന ഭിന്നമായി പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നിലനിൽക്കുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുന്നവരായി തീരണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ അവന് പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ അവൻ വെന്തു പോകുവാൻ, അവന് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് പറയുക. നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് പ്രതിഫലം കിട്ടേണ്ടതിന് നമ്മുടെ പ്രവർത്തികൾ നാം എങ്ങനെ ക്രമീകരിക്കണം, ആ വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ ഭാഗത്തെ അവസാനിപ്പിക്കാം. ദൈവവചന പ്രകാരം ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രവർത്തികൾ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു എന്ന് പറയുകയാണ്. ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന് പറയുക. നിലനിൽക്കുന്നത് ഈ 3 കാര്യങ്ങളിൽ
അധിഷ്ഠിതമായ പ്രവർത്തികൾ മാത്രമാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായത്, സ്നേഹത്തിൽ അധിഷ്ഠിതമായത്, പ്രത്യാശയിൽ അധിഷ്ഠിതമായ പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിയും നിലനിൽക്കുന്നതല്ല എന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ എന്ന് ഓരോരുത്തരും തങ്ങളെ തന്നെ പരിശോധിക്കണം. സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഒരു ദൈവിക ലക്ഷണമാണ്, അല്ലേ? ആ സ്നേഹം എന്ന് പറയുന്ന പദം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലോകത്തിൽ മനുഷ്യൻ സ്നേഹത്തിന് പല നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല തെറ്റായ രീതിയിൽ മനുഷ്യൻ സ്നേഹത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ചല്ല ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തനത് സ്വരൂപവും ദൈവത്തിൻ്റെ തനത് ലക്ഷണവും സ്നേഹം തന്നെയാണ്. ഒരു പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മധുരമാണ്, അല്ലെ? മധുരമില്ലാത്ത പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പഞ്ചസാര എന്ന് വിളിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുളി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രുചി, അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ സ്വാദാണ്. ആ ഉപ്പ് രസം അല്ലെങ്കിൽ പുളി രുചി ഇല്ലാത്തതായ അതിനെ ഉപ്പെന്നോ പുളിയെന്നോ വിളിക്കാൻ കഴിയത്തില്ല. ലക്ഷണം കൊണ്ട് നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് കഴിയും. എന്ന് പറയുന്നത് പോലെ ദൈവത്തെ എടുത്തു നോക്കിയാൽ ദൈവം മുഴുവനും സ്നേഹം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നമ്മിലൂടെയും ആ സ്നേഹത്തെ വെളിപ്പെടുത്തണം. സ്നേഹത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോഴാണ് മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. സ്നേഹം അൺകണ്ടീഷണലാണ്. അഗാപ്പേ സ്നേഹം എന്നാണ് അതിനെ വിളിക്കുന്നത്. ലോകത്തിൽ കണ്ടുവരുന്ന അനേകവിധമായ സ്നേഹങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഏതെങ്കിലും കണ്ടീഷൻ ബേസ്ഡ് ആണ്, അല്ലേ? ഒരു അമ്മ മകനെ സ്നേഹിക്കുന്നു, അപ്പൻ തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു. എന്താണ്? അവിടെ ഒരു കണ്ടീഷനുണ്ട്. നീ എൻ്റെ മകനാണ് എന്നുള്ളൊരു ബന്ധം അവിടെയുണ്ട്, അല്ലേ? ആ ബന്ധമില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ലോകത്തിൽ കണ്ടുവരുന്ന ഏത് സ്നേഹത്തിനും ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ നിവർത്തിയായെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന് മുൻപോട്ട് പോകുവാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് യാതൊരു കണ്ടീഷനുമില്ല. നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് തയ്യാറായതുകൊണ്ട് ആ സ്നേഹം മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കപ്പെട്ടുവെന്നും കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഒരുങ്ങിയതുകൊണ്ട് ആ സ്നേഹം ലോകത്തിന് മുൻപാകെ പ്രദർശിപ്പിക്കപ്പെട്ടുവെന്നും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിത രൂപാന്തരത്തിനായി നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചുകൊണ്ട് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടുവെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഈ ആത്മീക അനുഭവങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം സ്നേഹത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. എന്താണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്? രണ്ടനുഭവങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഒന്നാമത്, നാം ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹം ഹൃദയത്തിലുള്ളവൻ ദൈവ കൽപ്പനയെ പ്രമാണിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കർത്താവേ അവിടെ നിന്നോട് എന്തരുളി ചെയ്യുന്നുവോ അതനുസരിക്കുവാൻ ഒരുക്കമുള്ളവനായി ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. കർത്താവേ, അരുളി ചെയ്യണമേ, നിന്റെ ദാസനിതാ കേൾക്കുന്നു എന്നുള്ളതായ തുളയ്ക്കപ്പെട്ട കാതുകളുള്ളവരായിട്ട് അവർ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. രണ്ടാമത് മനുഷ്യോന്മുഖമാണ്. ദൈവസ്നേഹം ഹൃദയത്തിലുള്ളവൻ അന്യോന്യം സ്നേഹിക്കുന്നവരാണ്. യാതൊരു കണ്ടീഷനും കൂടാതെ അവൻ എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്ന് ഒരു ദൈവവൈതലിന് പറയാൻ കഴിയത്തില്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെ പ്രവൃത്തി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അടുത്തതായി വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബ് അപ്പോസ്തലനാണ് വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും അധികമായി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യാക്കോബ് എഴുതിയ രണ്ടാം ലേഖനത്തിലേക്ക് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നീതിപ്രവൃത്തികളോ സൽപ്രവൃത്തികളോ അല്ല. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ നീതിപ്രവൃത്തികളോ സൽപ്രവൃത്തികളോ അത് മതിയായതല്ല. നമ്മുടെ
നീതിപ്രവർത്തികളിനാലോ സൽപ്രവർത്തികളിനാലോ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തിയുള്ളവനായി ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുള്ളവനായിട്ട് അവൻ മുൻപോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി 3 സ്റ്റേജുകളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ തന്നെ ജീവിതത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നീ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് അല്ലേ. ദൈവം ഏകനാണ്, ദൈവം ശക്തനാണ്, ദൈവം ബലവാനാണ് എന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളെക്കാൾ കൂടിയ വിശ്വാസം ആർക്കുണ്ട്? പിശാചിനുണ്ട്. കുറച്ചുകൂടി ഡിഗ്രി കൂടുതലാണ്. ഇടയ്ക്കൊന്ന് വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒട്ടും വിറയിൽ പോലും ഇല്ല അല്ലേ. ദൈവം ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കൂസലൊന്നുമില്ല, വിശ്വസിച്ചാലും വിറയ്ക്കാറില്ല. പിശാച് വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പിശാചിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് എന്തായിരിക്കും? പിശാചിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവെന്ന് പറയുന്നത്, പിശാചിന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പിശാചിന് മാനസാന്തരപ്പെടുവാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നൊരു അനുഭവം ഉണ്ടാകണം. പിശാചിൻ്റെ വിശ്വാസമായിട്ട് നമ്മുടെ വിശ്വാസം മാറ്റപ്പെടുവാനായിട്ട് ഇടയാകരുത്. ദൈവമേ നീ വലിയവനാണ്, ദൈവമേ നീ ശക്തനാണ്, ദൈവമേ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് വിശ്വസിക്കുന്നെങ്കിൽ പിശാചും വിശ്വസിക്കണം. നിങ്ങളുടെ വിശ്വാസം പിശാചിൻ്റെ വിശ്വാസത്തെക്കാൾ ഒട്ടും കൂടിയതല്ല. നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകണമെങ്കിൽ ആ വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ടാകണം. അതെന്താണ്? മാനസാന്തരം. ജീവിതത്തിൻ്റെ കുറ്റങ്ങളെ കണ്ടുണർന്ന് ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഒരിക്കൽ ഒരു സുവിശേഷകൻ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായെന്നാണ് പറയുന്നത്. ഒരു കഥയാണ്. താനിങ്ങനെ ചിന്തിച്ചു, ലോകം മുഴുവൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് ആൾക്കാരെ മാനസാന്തരപ്പെടുത്തുന്നത് എന്തൊരു കഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാം, ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പാപികളായി തീരാൻ കാരണം എന്താണ്? പിശാചാണ് കാരണം. നമുക്ക് പിശാചിനെ അങ്ങ് മാനസാന്തരപ്പെടുത്തി കളയാം. ദൈവത്തിന് സ്തോത്രം അല്ലേ. പിശാചിനെ അങ്ങ് മാനസാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റു മനുഷ്യരെ ഒന്നും കഷ്ടപ്പെട്ട് മാനസാന്തരപ്പെടുത്തണ്ടല്ലോ. അങ്ങനെ ഇയാൾ പിശാചിൻ്റെ അടുക്കിലേക്ക് ചെന്നു എന്നാണ്. പിശാചിനോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കൽവരി ക്രൂശിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടണം. അപ്പോൾ പിശാച് പറഞ്ഞു, ശരി മാനസാന്തരപ്പെടാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? മേഘോന്നതങ്ങൾക്ക് മേളിലിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം ഉണ്ടല്ലോ, അത് എനിക്ക് തരണം, എന്നാലേ മാനസാന്തരപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം അല്ലേ. ലൂസിഫർ വീണുപോയത്, പിശാച് വീണുപോയത് നക്ഷത്രങ്ങൾ മണ്ഡലങ്ങൾക്ക് മീതെ, മേഘോന്നതങ്ങൾക്ക് മീതെയുള്ളതായ ആ സിംഹാസനത്തിന് വേണ്ടിയാണ് നമുക്കറിയാം അല്ലേ. അത് കിട്ടിയില്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ പിശാചിന്തല്ല, ഒരുക്കമല്ല. യാതൊരു പ്രകാരത്തിലും പിശാചിന് മാനസാന്തരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മിൽ തന്നെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തെ സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. രണ്ടാമത്തെ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ അനുഭവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയൊരു സമർപ്പണം ഉണ്ടാകണം. ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. എന്താണ് താൻ ചെയ്ത വിശ്വാസത്തിന്റെ പ്രവൃത്തി? യാഗമായി തീരുവാൻ സമർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനായി ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ സഹജീവികളോടും നാം ചെയ്യേണ്ടുന്നതായ പ്രവർത്തികൾ ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ക്രൈസ്തവ ഭക്തിയുടെ 2 വശങ്ങളെ കുറിച്ച് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രവർത്തികൾ വെന്തുപോകാതിരിക്കണമെങ്കിൽ, നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ പ്രവർത്തികൾ
സ്നേഹത്തിൽ അധിഷ്ഠിതമാകട്ടെ. സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളോ പ്രദർശനങ്ങളോ അത് നിലനിൽക്കത്തിൽ, അത് വെന്തുപോകുമെന്ന് പറയുകയാണ്. വിശ്വാസം അത് പ്രവൃത്തിയുള്ളതായിരിക്കട്ടെ. കേവലം പിശാചിൻ്റെ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കേണ്ട, നിലനിൽക്കുന്ന അനുഭവമുള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ നിലനിൽക്കുന്ന സുഹൃതം എന്ന് പറയുന്നത് പ്രത്യാശ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യാശ എന്നുള്ള പദം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് അല്ലെ. സാധാരണഗതിയിൽ പ്രത്യാശ എന്ന് മനുഷ്യർ ചിന്തിക്കുന്ന എന്താണ്? നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യാശ നിർഭരമായൊരു പാട്ട് കേൾക്കുമ്പോൾ ആ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് മനുഷ്യരിങ്ങനെ കയറുകയാണ്. ആ പാട്ട് തീരുമ്പോൾ പ്രത്യാശയെല്ലാം ബലൂണിൽ നിന്ന് കാറ്റ് പോയതുപോലെ തീർന്നു പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം അല്ലേ. അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഉത്തേജനം ജനിപ്പിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ ഒരു പ്രത്യാശയുടെ അങ്ങറ്റം വരെ നിൽക്കുകയാണ്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ അതെല്ലാം തീർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. അതൊരു ഉരുവാക്കലിലൂടെ, അതൊരു പ്രോസസ്സിങ്ങിലൂടെ ഉണ്ടായി വരുന്ന ഒരു അനുഭവമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണ്. കാരണം എന്താണ്? കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നുണ്ട്, സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നുണ്ട്, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഇത് കണ്ണടച്ചു തുറക്കുമ്പോൾ ഉണ്ടാകുന്ന, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ല. അതൊരു പ്രോസസ്സിങ്ങിലൂടെ, ഒരു പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായി വരുന്ന ഒരു അനുഭവമാണ്. കഷ്ടം സഹിച്ച് 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 ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുണ്ടാകും. അങ്ങനെ സഹിഷ്ണുതയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇരുത്തം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതിനെയാണ് സിദ്ധത, അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഇരുത്തം വരുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് നിലനിൽക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രത്യാശയുള്ളവര് അവർ കഷ്ടങ്ങളെ സഹിപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കും. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗണത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ ജയിക്കുകയാണ്. ആ കഷ്ടത്താൽ ഞങ്ങൾ തകർന്നു പോകത്തില്ല. നഷ്ടങ്ങൾ സഹിക്കുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും. ഈ ഭൂമിയിൽ ഇന്ന് ദൈവമക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ പ്രത്യാശയുടെ പ്രവൃത്തി ഒട്ടുമില്ല എന്ന് കാണിച്ചു വരുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. തിരുവചനത്തിൽ എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ തങ്ങൾക്കൊരു ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭക്തന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. നമുക്കിന്ന് വലിയ പ്രയാസമാണ് അല്ലേ. നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും കാര്യം മറ്റൊരാളൊരു അല്പമൊന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, അനേകർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിലനിൽക്കുന്ന പ്രത്യാശ എന്ന് പറയുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നഷ്ടം സഹിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കഷ്ടം സഹിക്കുവാനും നഷ്ടം സഹിക്കുവാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. മാത്രമല്ല, ഈ പ്രത്യാശയുള്ള വ്യക്തിക്ക് കർത്താവായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം അവൻ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടേയിരിക്കും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആകണം. ഞാൻ ഈ കോപ സ്വഭാവവും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യേശുവിൻ്റെ വരവെങ്കിൽ പോകുവാൻ കഴിയത്തില്ല. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഈ ജഡിക സ്വഭാവം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്ക് പോകാൻ കഴിയത്തില്ല. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഈ പ്രാകൃത സ്വഭാവം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാൻ കഴിയില്ല. കർത്താവേ, ആയതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു കൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവര്, കർത്താവ് വരുമെന്ന് വിശ്വാസമില്ലാത്തവര്, ആ അനുഭവത്തിൽ അതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവര് തങ്ങളുടെ പാപപ്രകൃതങ്ങളിൽ ശുദ്ധീകരണം പ്രാപിക്കാതെയും നിർമ്മലീകരണം പ്രാപിക്കാതെയും തങ്ങളുടെ ജീവിതങ്ങളെയും കാലങ്ങളെയും കഴിച്ച് വിനാശത്തിൽ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്നാണ്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും.
പറയുകയാണ്. എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രത്യാശയുടെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ എന്ത് കഷ്ടം വന്നാലും എനിക്ക് വലിയൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടത്തെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യാശ എൻ്റെ ആത്മാവിനൊരു നങ്കൂരമാണ്. കൊടുങ്കാറ്റുകളാലും തിരമാലകളാലും എൻ്റെ ജീവിതം ആടിയുലയുമ്പോഴും ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ഈ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകും. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നിലനിൽക്കുന്ന പ്രവൃത്തി. തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുമ്പോൾ ഈ പ്രവൃത്തികളൊന്നും വെന്തു പോകത്തില്ല. നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മപരിശോധന നടത്തിയാട്ടെ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് മുഴങ്കാലുകൾ ഇരുന്നാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ മുൻപാകെ താഴ്ത്തുകയാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രവൃത്തികളെ ദൈവസന്നിധി ഞാൻ വെക്കുകയാണ്. എൻ്റെ ജീവിതം സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണോ? എൻ്റെ ജീവിതം വിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണോ? എൻ്റെ ജീവിതം പ്രത്യാശയുള്ള ഒരു അനുഭവത്തിൽ എന്നെ തന്നെ ഞാൻ നിർമ്മലീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണോ? ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും പ്രത്യാശയുള്ള ദൈവമക്കള് തകർന്നു പോകുന്നില്ല, വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പല വിധത്തിലുള്ള രോഗപീഠകളാൽ നിങ്ങൾ ബാധിക്കപ്പെടുമ്പോൾ ദൈവവചനത്തിൽ നിങ്ങൾക്ക് ഒരാശ്വാസവും വിശ്രാമവും കണ്ടെത്തുവാൻ കഴിയും. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ചിലരെങ്കിലും വിവിധ നിലകളിൽ രോഗബന്ധനങ്ങളാൽ ബന്ധിതരായി കടന്നു വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു വചനം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 20, 21, 22 വാക്യങ്ങൾ. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും, ദൈവവചനത്തെ ലഭിക്കുന്നവർക്ക് അവ ജീവനും, അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും, അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇന്ന് പകൽ, ഇന്ന് രാത്രികാലം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശരീരത്തിൽ രോഗികളോ ബലഹീനരോ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാത്ത പല അനുഭവങ്ങളുണ്ട്. ദൈവവചനത്തെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ദൈവവചനം നിങ്ങളുടെ സർവ്വദേഹത്തിനും ഔഷധമാണ്. ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം, ഇതിന് മൂലഭാഷയിൽ മെഡിസിൻ അല്ലെങ്കിൽ മരുന്ന് എന്നുള്ളൊരു പദം കൂടെ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി തരണമേ. ഞാനൊരു ആത്മീക പ്രകടനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് വിശ്വാസത്തെ പ്രായോഗികമാക്കുവാൻ കഴിയാത്തവനായിട്ട്, പ്രത്യാശയുടെ പാട്ടുകളൊക്കെ ഞാൻ പാടുന്നുണ്ടെങ്കിൽ പ്രത്യാശയുടെ അനുഭവങ്ങളെ പ്രായോഗികമാക്കുവാൻ കഴിയാത്തവനായിട്ട് നിരാശയിൽ ജീവിക്കുന്നവനാണ്. എൻ്റെ ശാരീരിക രോഗങ്ങൾ നിമിത്തമായിട്ട് ഞാൻ അധൈര്യപ്പെട്ടും ക്ഷീണിച്ചും നിൽക്കുന്നവനാണ്. എന്നെ സൗഖ്യമാക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി തരണമേ. എല്ലാ ദൈവമക്കളും തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപിലുള്ള ശത്രുക്കൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രബലരും ശക്തരുമായിരുന്നേക്കാം. നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗശക്തികൾ ഒരു കാലത്തും സൗഖ്യമാകാത്ത രോഗങ്ങളെന്ന് ചിലപ്പോൾ നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഐനെയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രോഗിയായി കിടക്കുന്നതായിട്ട് താൻ കണ്ടു. താൻ ഇങ്ങനെ പറയുകയാണ്, ഐനെയാസേ, കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനാകവേ തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക. ഇന്ന് രാത്രികാലം അതേ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമ്മെ സൗഖ്യമാക്കുവാൻ അവൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ അവൻ തന്റെ വചനത്തെ അയച്ച് നമ്മെ സൗഖ്യമാക്കുന്നവനായ ദൈവമെന്ന് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുകയാണ്. അവരെ അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ച്
ബന്ധിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ കുഴികളായിട്ട് സാധാന്യ ബന്ധനങ്ങളായിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രികാലം ഒരു വിടുതല. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 18 വർഷമായിട്ട് രോഗാത്മാവിനാൽ ബന്ധിതയായ കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. അവളൊരു കുഴിയിൽ കിടക്കുകയായിരുന്നു. രോഗാത്മാവ് അവളെ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രികാലം ദീർഘനാളുകളായിട്ട് നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കുഴികളിൽ നിന്ന് അവൻ തന്റെ വചനത്തെ അയച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻപിൽ നമുക്ക് വിശ്വാസത്തോടെ നോക്കാം. എന്റെ യേശു എന്നെ സൗഖ്യമാക്കുന്നു, എന്റെ യേശു എന്നെ വിടുവിക്കുന്നു. ഹല്ലേലൂയ, 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 റബക്കടബക്കതുനമാരിയ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാനായിട്ട് പോയപ്പോൾ 10 പേര് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഇന്ന് പകൽക്കാലം ഞങ്ങളിത് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളെ തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഞങ്ങളുടെ ശത്രുക്കൾ ആകാശത്തോളം എത്തുന്ന മല്ലന്മാരാണ്. 2 പേര് പറയുകയാണ്, യോശുവയും കാലേബും, ഞങ്ങൾ വെട്ടുക്കിളികളുടെ അത്രയുള്ളെങ്കിലും ആകാശത്തോളം എത്തുന്ന മല്ലന്മാരെ ഞങ്ങൾ വിഴുങ്ങിക്കളയാൻ പോവുകയാണ്. അവർ ഞങ്ങൾക്ക് ഇരയാകുവാൻ പോവുകയാണ്. നിന്നോട് പോരാടുന്ന രോഗശക്തികൾ, നിന്നോട് പോരാടുന്ന അന്ധകാര ശക്തികളെ വിഴുങ്ങിക്കളയുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബക്കടബക്കതുനമാരിയ, റബിക്കടമാരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, thank you Jesus. Amen, amen, amen. Hallelujah. Hallelujah, hallelujah. മറ്റൊരു വചനത്തിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുവാനിടയായി തീർന്നു. അവൻ ലിവ്യാഥാന്റെ തലകളെ തകർത്ത് മരുവാസികളായ തന്റെ ജനത്തിന് ആഹാരത്തെ കൊടുക്കുന്നവനാണ്. ഇന്ന് രാത്രികാലം നിന്നോട് പോരാടുന്ന ലിവ്യാഥാന്റെ ശക്തികൾ, അതിന്റെ തലയെ കർത്താവ് തകർക്കുകയാണ്. അതിനെ അവൻ
വിശ്വസിക്കുക. ഓ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക. ഓ ഇപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നീ ഭയപ്പെടണ്ട, നീ സംശയിക്കേണ്ട. വിശ്വാസത്തിന്റെ പ്രവൃത്തി സൗഖ്യമായി ഇപ്പോൾ വെളിപ്പെടുകയാണ്, സമാധാനമായി വെളിപ്പെടുകയാണ്, സന്തോഷമായി വെളിപ്പെടുകയാണ്. നിന്റെ നിരാശ നീങ്ങിപ്പോവുകയാണ്, നിന്റെ സംശയം നീങ്ങിപ്പോവുകയാണ്. വിശ്വാസത്തിന്റെ പ്രവൃത്തി, നിലനിൽക്കുന്ന പ്രവൃത്തിയിലേക്ക് ദൈവത്തിനെ നടത്തുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. സ്നേഹത്തിന്റെ പ്രവൃത്തി നിന്നിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതുവരെയും അതിൽ പൂർണ്ണപ്പെട്ടിട്ടില്ല. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിനെ നടത്താനുള്ള അവസരം അവസാന സമയത്ത് നൽകുകയാണ്. പ്രത്യാശയുടെ അപൂർണതയിലേക്ക് എത്തിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കുക. അബ്രഹാം സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുന്നവർക്കത് പ്രാപിക്കാം, സമർപ്പിക്കാത്തവർക്കൊന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഉടബലക ധുരവികട ബദല ശരന്തര ധിരാബല ക്ഷരാന്തര ഖരാബല ഖത്തുരമാരിയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗദല 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 ഗദല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നേ സംശയമേ, വിശ്വസിക്കുന്നേ സംശയമേ. അത്ഭുതങ്ങളും ചെയ്തിടണമേ, അത്ഭുതങ്ങളും ചെയ്തിടണമേ. ഓ വിശ്വസിക്കുന്നേ സംശയമേ, വിശ്വസിക്കുന്നേ സംശയമേ. അത്ഭുതങ്ങളും വിശ്വസിക്കുന്നവർക്ക് വാസ്തവമായ അത്ഭുതം. സംശയം ഓടിപ്പോകുന്നു. ഓ സാത്താൻ ഓടിപ്പോകുന്നു. ലിവാദാന തലകളിൽ തകരുന്നു. സാത്താന്റെ തലകളിൽ കാലിൽ തകർത്ത യേശു, നീ വലുതായി കാണുന്നായ ആ രോഗം, ആ ബന്ധനം, ആ പാപം എല്ലാം തകർക്കപ്പെടുന്നു. നീ പരിശുദ്ധനായി മാറ്റപ്പെടുന്നു. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. രോഗങ്ങൾ സൗഖ്യമാകുന്നു. നമ്മുടെ യേശു അത്ഭുത മന്ത്രി, അവന്റെ ശക്തിയൊട്ട് കുറഞ്ഞു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രം, സംശയിക്കേണ്ട. അതാ സംശയങ്ങളെല്ലാം ഓടിപ്പോകുന്നു. ശബ്ദന ധുരാവാനിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഉടുപ്പിലെ ഗദലഗദ ധുരുവികട ബദലാം ശിരവനക ധുരുവികട ബദലാം ധ്യാ. ഹല്ലേലൂയ ആമേൻ. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ആത്മാവിനാൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന്റെ ആത്മാവിനാൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയുടെ ആത്മാവിനാൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ്, വിശ്വാസത്തിന്റെ ആത്മാവാണ്,
സ്നേഹത്തിന്റെ ആത്മാവാണ്. ആത്മാവിന്റെ പ്രവർത്തനത്തിൽ നടക്കുമ്പോൾ അത് അത്ഭുതമായി മാറുകയാണ്. ഹല്ലേലൂയ. ഭയം, സംശയം എല്ലാം ഓടിപ്പോവുകയാണ്. ഇതുവരെ നീ ഭയപ്പെട്ടുകൊണ്ടിരുന്നു, ഇതുവരെയും നീ സംശയിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പ്രവർത്തിയിൽ കൊണ്ടുവരാൻ കഴിയാതെയിരുന്നു. ഇന്ന് ഒരു വരം ദൈവം നിനക്ക് തരികയാണ്. വിശ്വാസത്തിന്റെ പ്രവർത്തനത്തിലൂടെ ചെയ്യുവാനുള്ള വരം എല്ലാവരും വിശ്വസിച്ച് പ്രാപിച്ചുകൊള്ളുക. സംശയിക്കണ്ട. ആ വരം ഇപ്പോൾ തരുവാൻ ആത്മാവിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പലയാതെ സ്പർശിക്കുന്ന ആത്മാവിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കുകയാണ്. തൊടുന്നവരല്ല കൈകളെ അടിച്ചാട്ടെ, വായ തുറന്നാട്ടെ, ശരീരത്തെ വിട്ടുകൊടുത്താട്ടെ. അബ്രഹാം തന്നെ മകനെ വെളിപ്പെടുത്തി സമർപ്പിച്ച പോലെ നീ ഒന്ന് സമർപ്പിച്ചാൽ അതെ നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി നടക്കൂ. സമർപ്പിക്കുന്നവർക്ക് മാത്രം. വേണമെങ്കിൽ സമർപ്പിക്കാം, വേണമെങ്കിൽ സമർപ്പിക്കാതെ ഇരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാത്താൻ തോറ്റുപോയി, സാത്താൻ തോറ്റുപോയി. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ശത്രുശക്തികളിൽ അതിനെ വിട്ടോടുകയാണ്. നിന്റെ മുമ്പിൽ വലിയ മനാക്കിന്റെ മല്ലന്മാരാ പോലെ നിൽക്കുന്നതായ, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതായ ആ ദുഷ്ടശക്തികളെല്ലാം ഇപ്പോൾ നിന്റെ ഇരയായിത്തീരുന്ന അഭിഷേകം വിശ്വാസത്തിന്റെ ശക്തിയാൽ ദൈവത്തിലെ നീ വിശ്വാസത്തെ പറയുമ്പോൾ നിന്റെ ദൈവമായി തീർന്ന് നിന്നെ നടത്തുകയാണ്. നീ സംശയിക്കേണ്ട. ഓടബല ഹർഷര ബൗദ്ധീര ബൗഡാദല ശംബര ധിരമാരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, ജയം തരും നായകൻ വാഴ്ക മൂലമായി. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, ജയം തരും നായകൻ വാഴ്ക മൂലമായി. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, ജയം തരും നായകൻ വാഴ്ക മൂലം. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, നായകൻ വാഴ്ക മൂലമായി. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, ജയം തരും നായകൻ വാഴ്ക മൂലമായി. ജയം തരും നായകൻ വാഴ്ക മൂലമായി. ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, ജയം തരും നായകൻ ഭയം സംശയങ്ങൾ ഓടിയൊളിക്കുന്നു, വാഴ്ക മൂലമായി. യേശു വാഴുന്നുവോ അവർക്കാണ് ഈ വാഗ്ദത്തം. ഓ യേശു വാഴട്ടെ, രാജാവായി വാഴട്ടെ. അഭിഷേകം ഇതാ, യേശു രാജാവായി വാഴുന്ന അഭിഷേകം ഇതാ. ഇതിലേക്ക് വരുമ്പോൾ നിന്റെ ഭയം സംശയങ്ങളില്ല ഓടിയൊളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ജയം 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 ജയം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിടുതൽ, സൗഖ്യം, ഓ ആത്മരക്ഷ, നിത്യജീവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, ആകാശം മാറും, ഭൂമി മാറും. നമ്മുടെ യേശുവിൻ്റെ വാഗ്ദത്തം മാറുന്നില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി നമ്മുടെ മധ്യേ വന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ നന്ദികൾ നിറഞ്ഞ ഹൃദയത്തോടെ കൈകൾ ഉയർത്തി എല്ലാവരും സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രാരംഭ ദിവസത്തെ മീറ്റിങ്ങിന് ആരംഭം മുതൽ അവസാനം വരെ ഈ അനുഗ്രഹമായി നടത്തി തന്നതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്ര 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 സ്തോത്രം. ആത്മാൽ പാടി ആരാധിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്രം. അനുഗ്രഹീതമായ സാക്ഷ്യം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അരുളപ്പാട് ദേശത്തോട് ദൈവസഭയോട് ദൈവം അറിയിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം. അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ ഊതിക്കഴിക്കുന്ന ദൈവം പോലെ ചാരമുള്ള പോലെ അവൻ വചനത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ സഭയെ തികവിലേക്ക് നടത്തുന്ന അപ്പോസ്തലികമായ ഉപദേശസത്യങ്ങൾ കർത്താവ് തൻ്റെ ദാസനിലൂടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം. അനേകർ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന് മാത്രം ജീവിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി കരുതുവാൻ, ആത്മാവിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കരുതുവാൻ ആവശ്യമായ ആ സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്ര. ഈ ഉപദേശസത്യങ്ങളെല്ലാം അനേകരുടെ നിത്യജീവന രക്ഷയ്ക്ക് കാരണമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. കഥാവ് തീയോടെ വെളിപ്പെടും. ഓരോരുത്തരുടെ പ്രവൃത്തി തീയിലൂടെ ശോധന ചെയ്യപ്പെടുമെന്ന് വ്യക്തമായി സ്പഷ്ടമായി നമ്മോട് അരുളിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്ര 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 സ്തോത്രം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഇല്ലാത്തവരായിട്ട് അനേകർ ലക്ഷ്യമില്ലാതെ അലയുകയാണ്. ഈ വചനം കേട്ട ദൈവമക്കൾക്ക് ഇന്ന് രാത്രി യേശു അവരുടെ ജീവിതത്തിന് ഉറപ്പുള്ള എന്നേക്കുമുള്ള അടിസ്ഥാനമായി തീരുവാൻ്റെ കോണം ഇടയായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അടിസ്ഥാനത്തിൽ ആയിത്തീരുവാൻ, മാനസാന്തരപ്പെടുവാൻ, വിശ്വാസനാനം സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാനെ പ്രാപിപ്പാൻ, അപ്പോസ്തല ഉപദേശത്തിൽ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ഇടയായി തീരണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആ അടിസ്ഥാനത്തിന്മേൽ ചിലർ പൊന്ന് വെള്ളി വിലയേറികൽ കൊണ്ട് പണിയുന്നു, ചിലർ പുല്ല് വൈക്കോൽ മരം കൊണ്ട് പണിയുന്നു. തീ കൊണ്ട് വെളിപ്പെടുമ്പോൾ നിലനിൽക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, നിലനിൽക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ മൂന്ന് കാര്യങ്ങളാണ്. അതേ, നമുക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നത് പരിശോധിക്കുവാൻ, പ്രത്യാശ എങ്ങനെ ഇരിക്കുന്നത് പരിശോധിക്കുവാൻ, നമ്മുടെ സ്നേഹ പ്രകാരം ഇന്ന് രാത്രി പരിശോധിക്കുവാൻ ഈ ആത്മാവിടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഥാർത്ഥമായ ക്രിസ്തുവിന്റെ മഹാസ്നേഹം അതെ നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുവാൻ എല്ലാവർക്കും കൃപ നൽകിയിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രവൃത്തി അബ്രഹാം സമർപ്പിച്ചപ്പോൾ ഉണ്ടായ അതേ അനുഭവത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഥാർത്ഥമായ നിലനിൽക്കുന്ന പ്രത്യാശ, ദൈവത്തിന് സ്തോത്രം. നിലനിൽക്കുന്നതായ ആ പ്രത്യാശ കഷ്ടത, സഹിഷ്ണുത, ശിസ്തുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ആ പ്രത്യാശ ഉളവാക്കുവാൻ കർത്താവ് വരം തന്റെ മക്കൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്ര. ഈ നിലനിൽക്കുന്ന അനുഭവത്തിലേക്ക് ദേശവാസികൾ അനേകരെ ദൈവം എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാളെ രാവിലെ നടക്കേണ്ട യുവജന മീറ്റിംഗ്, നാളെ വൈകിട്ടത്തെ സമാപന യോഗം എല്ലാം അനുഗ്രഹിക്കാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. സഭ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ കടന്നു വന്ന എല്ലാ ശുശ്രൂഷ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പുതുതായി കടന്നു വന്ന എല്ലാ ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വില നൽകിയ കർത്താവ് ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകി തന്നെ പ്രവൃത്തി തികയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ത്രിയേക ദൈവത്തിന് എല്ലാവരും കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേഗം നമ്മെ ചേർത്ത് കൊള്ളേണ്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായി സന്ധ്യാസമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾ, നാളുകൾ, സമയങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ആലോചനയിൽ വലിയവനായി, പ്രവൃത്തി ശക്തിമാനായി കൂടെ നടത്തിയ എല്ലാ വിധങ്ങളും വഴികൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിന് മുൻപായി, ഞങ്ങളുടെ കടന്നുപോക്കിന് മുൻപായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ദേശത്തെയും സഭയും ജനത്തെയും കർത്താവ് സ്നേഹിച്ച ഒരു സുവിശേഷ പ്രസംഗം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. തുടർത്തോളം കർത്താവെ, ഇതിന് മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്ത് ഈ പ്രാരംഭ യോഗത്തിൽ തന്നെ
സർവശക്തനായ ദൈവം മഹിമയോടെ തേജസ്സോടെ കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം 2-3 പേര് എവിടെ കൂടി വന്നാലും അവരുടെ മധ്യ വരാമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഓ കർത്താവേ, കടന്നു വന്നേനാ ദൈവയന്ത്രനായി അങ്ങേ സ്തുതിക്കുന്നു. സ്തുതികൾ സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ സഹായിച്ചതോ, പാട്ടുകൾ പാടി കർത്താവിനെ സന്തോഷിക്കുവാൻ സഹായിച്ചതിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഭവത്തിന്റെ ഒരു സാക്ഷ്യം കർത്താവ് നൽകിയതിനായി സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാസനോട് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുന്ന ദിവസം കർത്താവേ, അവൻ വെളിപ്പെടുന്നതായ ദിവസം ആ അനുഭവത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. അവൻ ഊതിക്കഴിക്കുന്ന തീ, അവൻ അലക്കുന്ന ചാരവെള്ളായെന്ന് അതും ആസ്പദമാക്കി ഞങ്ങളോട് സംസാരിച്ചതോ കർത്താവേ, സ്തോത്രം സ്തോത്രം. അടിസ്ഥാനത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതോ, ക്രിസ്തുവേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന വിവിധമായ പ്രവൃത്തികളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ല്, പ്രവാചകൻ അടിസ്ഥാനം, ജീവനുള്ള കല്ലുകൾ. അതേ മാനസാന്തരം, സ്നാനം, അഭിഷേകത്താതെ ഞങ്ങളെ കർത്താവിന്റെ മന്ദിരമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കർത്താവേ, എൻ്റെ വചനത്തെ ചെവി ധരിക്കുക, ജീവനും സൗഖ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ കർത്താവേ, വിശ്വാസത്താതെ ഇന്ന് കടന്നു വന്ന ദൈവജനത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് സൗഖ്യത്തോടെ സമാധാനത്തോടെ കർത്താവെ ഐക്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ യോഗം കർത്താവ് നടത്തി അനുഗ്രഹിച്ചല്ലോ, വിശുദ്ധന്മാരെ അതിനായി ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. ഇറങ്ങിപ്പോകുന്ന ജനത്തോട് കൂടെയിരിക്കും. തുടർന്ന് നടക്കുന്ന കൂട്ടങ്ങളെല്ലാം കർത്താവ് നടത്തും. ഒരു കൂട്ടം ജനത്തെ ദേശം കർത്താവിന്റെ വരവിനായി ഒരുക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്ന വരവിനായിട്ട് ഒരുക്കും. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരൂരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ഇതിനും സുന്ദരം സുപ്രസാദദിനം സ്നേഹിതായെന്നു നിന്റെ രക്ഷയൻ കൃപാദിനം. ഈ ദിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിതായെന്നു നിന്റെ രക്ഷയൻ കൃപാദിനം. ശബ്ദം കേൾക്കുവിൻ, നിന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയുവിൻ. യേശുവിൻ ദിവ്യ ശബ്ദം കേൾക്കുവിൻ, നിന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയുവിൻ. പാപമകറ്റിടും രോഗസൗഖ്യമേകിടും, നീ ഭാഗ്യവാനായി മാറിടും. പാപമകറ്റിടും രോഗസൗഖ്യമേകിടും, നീ ഭാഗ്യവാനായി മാറിടും. ഈ ദിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിതായെന്നു നിന്റെ രക്ഷയൻ കൃപാദിനം. ഈ ദിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിതായെന്നു നിന്റെ രക്ഷയൻ കൃപാദിനം. നീരിടും മാനസത്തിലിടും നിരാശയ, നീ നടന്നു പോയിടേണ്ടതില്ല നിന്നുമേ. നീരിടും മാനസത്തിലിടും നിരാശയ, നീ നടന്നു പോയിടേണ്ടതില്ല നിന്നുമേ. ദൈവദൂത് കേൾക്കുവിൻ, കേട്ടത് സഹിക്കുവിൻ, ശാന്തി നിനക്കവൻ തരും. ദൈവദൂത് കേൾക്കുവിൻ, കേട്ടത് സഹിക്കുവിൻ, ശാന്തി നിനക്കവൻ തരും.
സാവധിനം സ്നേഹിതായിന്നു നിന്റെ രക്ഷയിൽ കൃപാദിനം ഇതിനം സുന്ദരം സുപ്രസാദദിനം സ്നേഹിതായിന്നു നിന്റെ രക്ഷയിൽ കൃപാദിനം ഭൂമി കണ്ടിരുന്നു നീ പേടിയിടുന്നു ആശ്വസിപ്പിച്ചിടുവാൻ ആരും പോലുമില്ലായി ഭൂമി കണ്ടിരുന്നു നീ പേടിയിടുന്നു അമ്മയെ കഴുവരിയായി ആശ്വസിപ്പിക്കുന്നവൻ സ്നേഹമാനസന്ധിയൻ അമ്മയെ കഴുവരിയായി ആശ്വസിപ്പിക്കുന്നവൻ സ്നേഹമാനസന്ധിയൻ